ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ 2-3 ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ബിക്കോസ് എനിക്ക് കുറച്ച് എക്സാംസും കാര്യങ്ങളുമായിട്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ മസ്റ്റ് ഡീഡ് ദി പ്ലേ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ എപ്പിസോഡ് നമ്പർ 11 സെയിൻ്റെ അമ്മേനെയാണ് കാണിച്ചിരിക്കുന്നത്. സെയിൻ്റെ കുട്ടിക്കാലാണ് കാണിച്ചിട്ടുള്ളത്. സെയിൻ്റെ അമ്മയാണെങ്കിൽ നന്നായി വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. സോ അമ്മ അവനെ കയ്യിലൊക്കെ ഒരു പൂവിൻ്റെ പിക്ചറൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അമ്മയും സെയിനും നല്ല കൂട്ടായിരുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ സെയിൻ അമ്മേൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മ എൻ്റെ കൂടെ കളിക്കാൻ വരുന്നുണ്ട്, പക്ഷെ അച്ഛൻ എന്ത് പറ്റി, അച്ഛൻ എൻ്റെ അടുത്ത് സംസാരിക്കുന്നതുമില്ല, വീട്ടിലേക്ക് പോലും വരുന്നില്ല, എന്നെ കളിക്കാനും ആരും കൂടെ വരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട്, അച്ഛന് തിരക്കുകളുണ്ട്, അച്ഛൻ ബിസിയാണ്, അച്ഛൻ ജോലിയിലാണ്, അതേപോലെ തന്നെ നിനക്ക് കൂട്ടിന് ഞാനുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, അച്ഛനും ബിസി ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അമ്മ അവനെ സമാധാനിപ്പിക്കുന്നതാണ് കാണുന്നത്. നിൻ്റെ കൂടെ കളിക്കാനൊക്കെ ഞാൻ വരാം, നീ വിഷമിക്കണ്ടെന്നും പറഞ്ഞ് സെയിനെ അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട്. സെയിൻ്റെ ആ നെയിം പ്ലേറ്റ് ഉണ്ടല്ലോ, ഒരു സെയിൻ ഇഷാൻ എഴുതിയിട്ടുള്ള നെയിം പ്ലേറ്റ് അമ്മ കൊടുത്തതായിട്ട് തന്നെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ സെയിൻ പറയുകയും ചെയ്തിരുന്നു അമ്മ അവന് അവസാനമായി കൊടുത്ത സാധനമാണ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് സെയിനും അമ്മയും കൂടി ദോശ ചുടുന്നതൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോഴും സെയിൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അച്ഛന്മാരൊക്കെ എപ്പോഴും അവരുടെ കൂടെ പല ട്രിപ്പുകൾക്കും പോവും, എന്നെ മാത്രം അച്ഛൻ എവിടെയും കൊണ്ടുപോകണില്ല എന്ന് പറയുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട്, നിനക്ക് എവിടെ പോകണമെങ്കിലും അമ്മയുണ്ട്, അച്ഛനും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, അമ്മ നിന്നെ എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് അമ്മ അവനെ സമാധാനിപ്പിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ കാണിച്ചിട്ടുള്ളത് സെയിൻ്റെ അമ്മയ്ക്ക് വയ്യാതെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സെയിൻ അവിടേക്ക് ചെല്ലുന്നതാണ്. സെയിൻ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മയല്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ആകെ വിഷമാവും എന്നൊക്കെ പറയുന്ന സമയത്ത് സെയിൻ്റെ അമ്മ പറയുന്നുണ്ട്, മോൻ വിഷമിക്കരുത്, മോൻ നല്ല രീതിയിൽ നല്ല കുട്ടിയായിട്ട് ജീവിക്കണം, അമ്മയ്ക്ക് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക സെയിൻ്റെ അമ്മ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സെയിന് ഭയങ്കര വിഷമാവുന്നുണ്ട്, സെയിൻ അവിടെ കിടന്ന് കരയുന്നൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം സെയിൻ കാലത്ത് തന്നെ നമ്മൾ താരനെ എടുക്കാൻ വേണ്ടിയിട്ട് ഷാൽമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഷാൽമ പറയുന്നുണ്ട് താര പോയല്ലോ എന്ന് പറയുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട്, ഒരു മെസ്സേജ് കൂടി അയച്ചില്ലല്ലോ അവൾ പോവാണെന്ന് പറഞ്ഞിട്ട് സെയിൻ നേരെ കോളേജിലേക്ക് തന്നെ പോകുന്നുണ്ട്. ആ സമയത്ത് സെയിൻ നിതിനെ കാണുന്നുണ്ട്. നിതിൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ സാർ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് സെയിനൊന്നും റിപ്ലൈ പറയുന്നില്ല. എനിക്കറിയാം നീ കൗശിൻ്റെ കൂടെ ആയിരുന്നു എന്നുള്ളത് എനിക്കറിയാം എന്ന് പറയുന്ന സമയത്ത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ സമയത്ത് നിതിൻ പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല താരം അറിഞ്ഞിട്ടുണ്ട് എല്ലാതും എന്നുള്ളത് പറയുന്നുണ്ട്. ആ സമയത്ത് സെയിൻ ഷോക്കാവുന്നുണ്ട്. സെയിൻ പറയുന്നുണ്ട്, ശരി എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് നീ എന്തെന്ന് വിചാരിച്ച് നടക്കണേ, അവൾക്ക് ഇന്നലെ വയ്യായിരുന്നു, അവൾ ഇന്നലെ തല അറിഞ്ഞു വീണു, അതുപോലും നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് സെയിൻ ടെൻഷനായിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന സമയത്തേക്കും നമ്മുടെ നിതിൻ വന്ന് കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കണം, ഞാൻ സംസാരിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറയുമ്പോൾ സെയിൻ പറയുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നിതിൻ പറയുന്നുണ്ട്, ഞാൻ ഇനി വിട്ടിരിക്കില്ല, ഇനി ഞാൻ എന്തായാലും പ്രതികരിക്കും എന്ന് പറയുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ഓർത്തോ, നീ ഒരു ജസ്റ്റ് അവളൊരു ഫ്രണ്ട് മാത്രമാണ്, ഞാൻ അവളുടെ ബോയ് ഫ്രണ്ടാണ്, സോ നീ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് തന്നെയാണ് നിൻ്റെ നല്ലതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിതിൻ പറയുന്നുണ്ട്, നീ അവളെ ഒട്ടും തന്നെ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. കൂടാതെ തന്നെ സെയിൻ്റെ അടുത്ത് നിതിൻ ചോദിക്കുന്നുണ്ട്, എനിക്കറിയാമല്ലോ അത് നീയാണ് കൗശിൻ്റെ എല്ലാ റിലേഷൻഷിപ്സിനും ബ്രേക്കപ്സിനും കാരണം എന്ന് പറയുമ്പോൾ സെയിൻ ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, നീ ഇനിയൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി, നീ ഇറങ്ങിപ്പോക്കോ, ഞാൻ പോകണമെന്നും പറഞ്ഞിട്ട് നിതിൻ ഇറങ്ങി പോകുന്നുണ്ട്. നമ്മൾ സെയിൻ ആണെന്നുണ്ടെങ്കിൽ താരനെ അന്വേഷിച്ച് താരയുടെ ക്ലാസ്സിലും ആ കോളേജിലൊക്കെ ആകെ നോക്കി നടക്കുകയാണ് താരനെ. പക്ഷെ അവനെ താരനെ കാണാനായിട്ട് കിട്ടുന്നില്ല. താരയാണെന്നുണ്ടെങ്കിൽ വാഷ്റൂമിലായിരുന്നു. താര അവിടെ നിൽക്കുന്ന സമയത്തേക്കും നമ്മുടെ സാമും ടീംസും വരുന്നുണ്ട്. സാം വന്നിട്ട് നേരെ താരൻ്റെ കയറി പിടിച്ചിട്ട് നിർത്തുന്നുണ്ട്. എന്നിട്ട് താരൻ്റെ മുടി വെട്ടാനായിട്ട് പോകുന്നുണ്ട്. താരയുടെ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും, നിനക്ക് ഷോർട്ട് ഹെയറാണ് ചേരുന്നത്, നിൻ്റെ വിചാരം എന്താ, നീ ഈ ലോക സുന്ദരിയാണെന്നോ, എല്ലാ ആമ്പിള്ളേരും നിൻ്റെ പുറകെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് താരൻ്റെ മുടി വെട്ടാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. താരയാണെങ്കിൽ പേടിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സാം മാത്രമല്ല സാമിൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ഇങ്ങനെ മുടി വെട്ടാനായിട്ട് നിൽക്കുന്ന സമയത്ത് താര ആകെ പേടിച്ച് നീയാണെന്നുണ്ടെങ്കിൽ ജഗൻ്റെ അടുത്തേക്ക് ചെന്നേക്കുവാണ്. ഇന്നലെ എന്തുണ്ടായ നീയെങ്കിലും ഒന്ന് പറയാൻ പറയുന്ന സമയത്ത് ജഗൻ പറയാണ്, നീ എന്തായാലും താരനെ ഡിസേർവ് ചെയ്യുന്നില്ല, നീ ചെയ്യുന്നത് വളരെ മോശമാണ് ജെയിൻ, എനിക്കത് നിന്നോട് പറയാതിരിക്കാൻ പറ്റില്ല. അവളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിന്നേലും ബെറ്റർ എന്തായാലും നിതിൻ തന്നെ ആയിരിക്കും. നിനക്കൊരു ജസ്റ്റ് ഒരു മെസ്സേജോ കോളോ എങ്കിലും നിനക്ക് ചെയ്യാമായിരുന്നു, അതുപോലും ചെയ്യാൻ നിനക്ക് സമയം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് ജഗത്ത് സെയിനെ ചീത്ത പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജഗത്ത് പറയുന്നുണ്ട് നിനക്ക് ഇപ്പോഴും താരേനെയല്ല ഇഷ്ടം, കൗശിനെയാണ്, അതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ നിൻ്റെ ഒരു ഫ്രണ്ടാണെന്നുള്ളത് ജഗത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് സെയിൻ പറയുന്നുണ്ട് നീയും ഇപ്പോൾ എൻ്റെ പിന്നീന്ന് പണിയോ അത് ഫ്രണ്ടിൽ നിന്ന് ചീത്ത പറയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ജഗത്ത് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, സോ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം നിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയും, അതിന് എനിക്ക് നിന്നെ പിന്നീന്ന് പണിയേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് ജഗത്ത് പറയുന്നുണ്ട്. ഇന്നലെ താരയ്ക്കൊട്ടും വയ്യായിരുന്നു. താരയാണെന്നുണ്ടെങ്കിൽ നിതിൻ കൗശിൻ്റെ കൂടെയാണ് നീ എന്ന് പറഞ്ഞതിന് ശേഷം അവളെ തല കറങ്ങി വീണു. അതിനുശേഷം ഞാനും നിതിനും കൂടിയിട്ടാണ് അവളെ കൊണ്ടുപോയത്. അവൾക്ക് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ഒരു ലാസ്റ്റ് വട്ടത്തേക്കും കൂടി നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യും, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ഞാൻ സഹായിക്കാൻ വരത്തേയില്ല. സോ നീ ഓർത്ത് വെച്ചത് നിനക്കുള്ള ലാസ്റ്റ് ടൈമാണ്, ഇപ്പോഴെങ്കിലും നീ മര്യാദയ്ക്ക് നടന്നാൽ നിനക്ക് കൊള്ളാമെന്നും പറഞ്ഞിട്ട് ജഗത്ത് പോകുന്നുണ്ട്. അവിടെ നമ്മുടെ താരയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ സാം പറയുന്നുണ്ട് സെയിൻ നിന്നെ വെറുതെ യൂസ് ചെയ്യുകയാണ്, എനിക്കത് നല്ല രീതിയിൽ മനസ്സിലാവും, നീ അല്ലെങ്കിൽ നീ പറ നിന്നെ അവനെ നിന്നെ തൊട്ടിട്ടും കൂടി ഉണ്ട്, ഒരു തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല, എനിക്ക് നല്ല രീതിയിൽ അറിയാം. അതേപോലെ തന്നെ അവൻ നിന്നെ വിളിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി പറ, നീ എനിക്ക് നല്ലപോലെ അറിയാം, അവൻ നിന്നെ വെച്ച് ജസ്റ്റ് ഒരു ഫൺ ചെയ്യുന്നതാണ് എനിക്കറിയാം, കാരണം ഞാൻ അവൻ്റെ ഗേൾ ഫ്രണ്ട്സിൽ ഒരാളായിരുന്നു. സോ അവൻ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് എനിക്ക് വളരെ നല്ല രീതിയിൽ അറിയാമെന്ന് പറയുമ്പോഴത്തേക്കും അവരെ വന്നിട്ട് ആ കത്രിക നേരെ അവളുടെ കയ്യിൽ നിന്ന് തിരിച്ച് മേടിച്ചിട്ട് അവളുടെ മുടി വെട്ടാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അവരെല്ലാവരും പേടിച്ച് വന്നിട്ടുണ്ട്, കാരണം താരം ഇങ്ങനെ പെട്ടെന്ന് ഒരു ആക്ഷൻ ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. സോ അങ്ങനെ പേടിച്ചിട്ട് സാം പറയുന്നുണ്ട് എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും താര പറയുന്നുണ്ട് എന്നാൽ ശരി ആ സാധനങ്ങളൊക്കെ താഴെ ഇടാൻ പറയുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും അതൊക്കെ താഴെ ഇടുന്നുണ്ട്. അപ്പോഴത്തേക്കും നിതിൻ കയറി വരുന്നുണ്ട്. നിതിൻ വന്നിട്ട് താരനോട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സാം പറയുന്നത് നീ വല്ലാണ്ട് ഓവറാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്ര കെയർ കൊടുക്കേണ്ട ഒരു ആവശ്യം അവൾക്കില്ല എന്ന് പറയുന്ന സമയത്ത് നിതിൻ പറയുന്നുണ്ട് നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ സാം പറയുന്നുണ്ട് ഓഹോ അങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റുമോ, ആദ്യം നീ ഇപ്പോൾ കയറി വന്നത് ഗേൾസ് ടോയ്ലറ്റിലാണ്, സോ നീ ഒരു ആണ് ഈ ഒരു ഗേൾസ് ടോയ്ലറ്റിൽ കയറി വന്നത് കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും, അത് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്താൽ മതി നിൻ്റെ കാര്യം തീരാമെന്ന് പറയുമ്പോഴത്തേക്കും സെയിനും കൂടി വരുന്നുണ്ട്. സെയിനും നിതിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നുണ്ട്. ആ സമയത്ത് സെയിൻ പറയുന്നുണ്ട് നിനക്ക് എന്തിനാ ഇവൻ്റെ കാര്യത്തിൽ ഇത്ര കെയർ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിതിൻ പറയുന്നുണ്ട് ഞാൻ അവളുടെ കാര്യത്തിൽ കെയർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നുണ്ട്. ആ സമയത്ത് സാം അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. നമ്മുടെ താരേൻ്റെ ഇടയിൽ ഇടപെട്ടിട്ട് പറയുന്നുണ്ട് നീ എനിക്കറിയാം നീ ഇന്നലെ എവിടെയായിരുന്നു, കൗശിയുടെ കൂടെയായിരുന്നു, നിനക്കൊരു മെസ്സേജോ കോളോ പോലും എന്നോട് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് സെയിൻ പറയുന്നുണ്ട് നീയും ബാക്കിയുള്ളവരെ പോലെ അങ്ങനെ തന്നെയാണല്ലേ വിചാരിച്ചിട്ടുള്ളത്, ഞാൻ എത്ര വട്ടം നിന്നോട് പലതും പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് പോലും നിനക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞിട്ട് സെയിൻ അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് താര ഭയങ്കര വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ സാം ആണെന്നുണ്ടെങ്കിൽ ആകെ കൺഫ്യൂഷനിലാണ്, എന്ത് പോകന്മാരും ഇവിടെ വന്നിട്ട് കാട്ടിക്കൂട്ടി എന്നുള്ള രീതിയിൽ സാമും നിൽക്കുന്നുണ്ട്. താര അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് നിതിൻ താരയുടെ കൈ പിടിച്ച് പോവണ്ട എന്ന് പറയുന്നുണ്ട്, നിനക്ക് അവനേക്കാൾ നല്ലൊരു ചെക്കനെ കിട്ടുമെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് താര ഒന്നും പറയുന്നില്ല, താര നേരെ തിരിച്ച് സെയിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഓൾസോ നിങ്ങൾ ഇവിടം വരെ എത്തി എന്നുണ്ടെങ്കിൽ ഒരു സ്മൈലി ഇമോജി കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നന്നായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും.